വിദ്യാർത്ഥികളെ ഇതിലേ ജോൺ അബ്രഹാം സംവിധാനം ചെയ്ത ആദ്യ സിനിമയാണ് വിദ്യാർത്ഥികളെ ഇതിലേ. ജോൺ അബ്രഹാമിൻ്റെ കഥയ്ക്ക് എം ആസാദ്, തിരക്കഥ, സംഭാഷണം എന്നിവ എഴുതി. നിർമ്മാണം മിന്നൽ. 1972 മെയ് 19 ചിത്രം റിലീസ് ചെയ്തു. അഭിനയിച്ചവർ മധു, ജയഭാരതി, അടൂർ ഭാസി, ടി കെ ബാലചന്ദ്രൻ, എസ് പി പിള്ള, മനോരമ, പറവൂർ ഭരതൻ, മാസ്റ്റർ വിജയകുമാർ, രംഗറാവു, പോൾ വെങ്ങോല, വാസു. 1941 നോസസ് ലെസ് ഗോസസ് എന്ന ഫ്രഞ്ച് സിനിമയെ അവലംബിച്ചൊരുക്കിയതാണ് ഈ ചിത്രം എന്ന് പറയപ്പെടുന്നു. ഗാനരചന വയലാർ, സംഗീതം എം.ബി. ശ്രീനിവാസൻ, ഗായകർ യേശുദാസ്, എസ് ജാനകി, അടൂർ ഭാസി, മനോരമ. ഛായാഗ്രഹണം രാമചന്ദ്ര ബാബു. കഥ: സ്കൂളിലെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുന്നേയുള്ള പ്രാർത്ഥന കഴിഞ്ഞ് കുട്ടികൾ അവരവരുടെ ക്ലാസ്സുകളിലേക്ക് പോയി. 8ാം ക്ലാസ്സിലെ അധ്യാപകൻ ലീവിലായതിനാൽ ആ അധ്യയന സമയം അവർ പന്ത് കളിക്കാൻ തീരുമാനിച്ചു. പന്ത് കളിക്കിടയിൽ രാജുവിൻ്റെ പന്തുകൊണ്ട് ആ സ്ഥാപകൻ്റെ പ്രതിമ താഴെ വീണ് പൊട്ടിപ്പോയി. ഹെഡ് മാസ്റ്റർ കാര്യം അറിഞ്ഞു. അദ്ദേഹം കുറ്റക്കാരനെ കണ്ടെത്തി. എന്നു മാത്രമല്ല 1200 രൂപ പിഴയടയ്ക്കണമെന്നും കൽപ്പിച്ചു. ഇല്ലാത്ത പക്ഷം ആ രാജുവിനെ സ്കൂളിൽ നിന്നും ഒഴിവാക്കുമെന്നുമായി. എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ് രാജു. നന്നായി പഠിക്കുകയും ചെയ്യും. എന്നാൽ നിർധന കുടുംബത്തിലെ അംഗമാണവൻ. അവന് പിഴയടയ്ക്കാൻ മാർഗമില്ല. ഇതിനൊരു പോംവഴി കുട്ടികൾ എല്ലാവരും ചേർന്ന് ആലോചിച്ചു. ഒരർത്ഥത്തിൽ ഇക്കാര്യത്തിൽ എല്ലാവരും കുറ്റവാളികൾ തന്നെ. അതിന് ഒരാൾ മാത്രം ശിക്ഷ അനുഭവിക്കുന്നത് ശരിയല്ലല്ലോ. ശിക്ഷ പങ്കിട്ടെടുക്കണം. സ്കൂൾ ക്രിസ്മസ് അവധിയിലേക്ക് പോകാറായി. വിദ്യാർത്ഥികളിൽ ഒരു സംഘം ഈ അന്യായമായ ശിക്ഷയിൽ സമരം ചെയ്യണമെന്നും മേലധികാരികളെ ഘെരാവോ ചെയ്യണമെന്നുമായി അവർ സ്കൂൾ സെക്രട്ടറിയെ സമീപിച്ചു. സമരം ശരിയല്ലെന്ന നിലപാടിലായിരുന്നു സെക്രട്ടറി. ആ സമയം തോമസ് സാർ ബോർഡിൽ ചോക്കെടുത്ത് 1200/40 എന്നെഴുതി. അതിനർത്ഥം എല്ലാവരും കൂടി തുല്യമായി തുക കണ്ടെത്തുക എന്നതായിരുന്നു. എന്നിട്ട് ക്രിസ്തുമസ് അവധി കഴിഞ്ഞ് വരുമ്പോൾ പ്രധാന അധ്യാപകനെ തുക ഏൽപ്പിക്കുക. അല്ലാതെ പ്രതിഷേധിച്ച് വഷളാക്കുകയല്ല കാര്യം. കുട്ടികളോടൊപ്പം താൻ സഹായിക്കാനായി ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു. പിറ്റേന്ന് കുട്ടികൾ യോഗം ചേർന്നു. പറ്റാവുന്ന ഏതു ജോലിയും ചെയ്ത് പണം സ്വരൂപിക്കാൻ തീരുമാനിച്ചു. പണം സൂക്ഷിക്കാനും കൃത്യമായി കണക്കുകൾ സൂക്ഷിച്ചു വയ്ക്കുവാനും സൂസി ടീച്ചറുടെ അനിയനെ നിയമിച്ചു. ഷൂ പോളിഷ് ചെയ്തും പോസ്റ്ററുകൾ ഒട്ടിച്ചും പെയിൻ്റ് അടിച്ചും ലോട്ടറി വിറ്റും അവർ പൈസ ഉണ്ടാക്കാൻ തുടങ്ങി. തോമസ് സാറും തന്നാലാവും വിധം സഹായിച്ചു. ആവശ്യമായ പണം ഉണ്ടാക്കിയ കുട്ടികൾ ആ തുക ക്രിസ്തുമസ് അവധി കഴിഞ്ഞ് സ്കൂൾ തുറന്നപ്പോൾ പ്രധാന അധ്യാപകനെ ഏൽപ്പിച്ചു. കുട്ടികളുടെ പ്രയത്നവും ഒരുമയുമൊക്കെ മനസ്സിലാക്കിയ അദ്ദേഹം പ്രതിമയുടെ നിർമ്മാണ ആവശ്യത്തിനുള്ള പണം സ്കൂൾ മാനേജ്മെൻറ്റിൽ നിന്നും താൻ സംഘടിപ്പിച്ചിട്ടുണ്ടെന്നും ഈ തുക കൊണ്ട് കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന പഠന ഉല്ലാസയാത്ര നടത്തുവാനും പറയുന്നു. യാത്ര സംഘടിപ്പിക്കാൻ തോമസ് സാറിനെയും സൂസി ടീച്ചറെയും അദ്ദേഹം ചുമതലപ്പെടുത്തി.